നമസ്കാരം. ഞാൻ ബ്രഹ്മ ശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. ഇന്ന് വശീകരണത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വശീകരണം? മന്ത്രവാദ തിലകം എന്ന ഗ്രന്ഥത്തിൽ 6 വിഭാഗമായിട്ടാണ് മാന്ത്രികത്തെ തരംതിരിച്ചിരിക്കുന്നത്. ദുർമാന്ത്രികം അല്ലെങ്കിൽ അഥവാ കൂടോത്രം എന്നറിയപ്പെടുന്ന ഒരു ശാഖയിൽ 6 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മാരണം, ഉച്ചാടനം, ദ്വേഷണം, സ്തംഭനം, വശീകരണം, ശാന്തി. ഈ 6 വിഭാഗങ്ങളായിട്ടുള്ള ഈ ശാഖയിലെ ഒരു ശാഖയാണ് വശീകരണം എന്ന് പറയുന്നത്. വശീകരണം അങ്ങനെ എല്ലാവർക്കും വെറുതെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. വശീകരണം ഞാൻ പല യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട്. 5 വെളുത്തുള്ളി, 6 വെറ്റില, പച്ചക്കർപ്പൂരം. അത്തരം നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളെ വശീകരിച്ചെടുക്കാൻ സാധ്യമല്ല. വശീകരണം എന്ന് പറയുന്നത് അത് അത്രത്തോളം ഇന്ന് ലോകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വശീകരണം. പ്രണയം തോന്നാത്തവർ ഇന്ന് ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള വേദനകൾ നമ്മളെ വശീകരണത്തിന് അടിമയാക്കും. അങ്ങനെയാണ് വശീകരണം ചെയ്യേണ്ടത്. എന്താണ് വശീകരണ മന്ത്രം, വശീകരണത്തിൻ്റെ പ്രായോഗികത എന്നീ കാര്യങ്ങൾ എല്ലാം തന്നെ വശീകരണ ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വശീകരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വശീകരണ മന്ത്രം ജപിക്കേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു വശീകരണ മന്ത്രം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഓം നമോ ഭാഗവതേ കാമദേവായ ശ്രീം ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹന ഹന വദ വദ തപ തപ സമ്മോഹയ സമ്മോഹയ സർവജനം മേ വശ്യം കുരു കുരു സ്വാഹ. പ്രധാനപ്പെട്ട ഒരു വശ്യമന്ത്രമാണത്. നിലവിളക്ക് കത്തിച്ച് 10,008 തവണ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം 10,008 തവണ 21 ദിവസം ജപിച്ചാൽ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു കിട്ടുന്നതായിരിക്കും. അത്രത്തോളം ശക്തിയുള്ള മന്ത്രമാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രജപം നിങ്ങളുടെ നഷ്ടപ്രണയത്തെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് കൂടുതൽ കടുത്ത കർമ്മങ്ങൾ ചെയ്തിട്ട് വശീകരണ ലബ്ധി ഉണ്ടാക്കാവുന്നതാണ്. പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് പ്രണയത്തിൻ്റെ വേദന, ദുഃഖം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നവർക്ക് അതിനെ വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണ് പ്രണയം. പ്രണയത്തിന് വേണ്ടി ആൾക്കാർ ആത്മഹത്യ ചെയ്യാറുണ്ട്. മറ്റൊന്നിനു വേണ്ടിയും ആരും ആത്മഹത്യ ചെയ്യാറില്ല. ആൾക്കാർ ആത്മഹത്യ ചെയ്യാറുണ്ട്. അത് പൂർണ്ണ പരാജയം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പ്രധാനമായും ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യുന്നത് പ്രണയത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വശീകരണത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. വശീകരണം ചെയ്യുന്ന ആൾക്ക് മന്ത്രദീക്ഷ, ഗുരുദീക്ഷ, ദേവദീക്ഷ, യന്ത്രദീക്ഷ എല്ലാ ദീക്ഷകളും എടുത്തിരിക്കണം. ഗുരുവിൻ്റെയും ദൈവത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും കർമ്മത്തിൻ്റെയും എല്ലാം ദീക്ഷകളും സ്വായത്തമാക്കിയ ആൾക്ക് മാത്രമേ വശ്യം ചെയ്തിട്ട് വിജയിപ്പിക്കാൻ സാധിക്കൂ. കാര്യം കൊണ്ട് തന്നെയാണ് വശീകരണത്തിന് ഇത്രത്തോളം വിജയപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്നത്. ഓരോ കർമ്മത്തിൻ്റെയും വിശുദ്ധി അത് ചെയ്യുന്ന വ്യക്തിയെയും ചെയ്യുന്ന ഉപാസനാമൂർത്തിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വളരെയധികം പേർ ഇന്ന് ലോകത്ത് വശീകരണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വശീകരണ പ്രാപ്തിക്ക് നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉറപ്പായും ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ
നഷ്ടപ്രണയത്തിന് ഈ വശീകരണ മന്ത്രം ജപിക്കുക. വളരെ മികച്ച ഫലം കിട്ടുന്ന ഒരു മന്ത്രമാണിത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം 21 ദിവസം ജപിക്കണം എന്നില്ല. 7 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുടുംബത്തിന് പരമാവധി ഒത്തുചേരാൻ കഴിയുന്നതായിരിക്കും. എല്ലാവരും ഈ മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിക്കേണ്ടതാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തലിലാണ് ഈ മന്ത്രജപം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ വിളക്ക് വെച്ച് വിഷ്ണുമായ കുട്ടിച്ചാത്തനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മന്ത്രജപം നടത്തേണ്ടത്. വശീകരണ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ഉപാസനാമൂർത്തി എന്ന് പറയുന്നത്. ഉപാസനാമൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഉപാസനാമൂർത്തിയുടെ പ്രീതി വരുത്തുക എന്നുള്ളത് വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. ആ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവിടെ കിട്ടുന്നതായിരിക്കും. എത്രത്തോളം മന്ത്രജപത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ കർമ്മം വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ മന്ത്രജപം നടത്തുമ്പോഴും വശീകരണ പൂജ ചെയ്യുമ്പോഴുമെല്ലാം നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ മാത്രമേ ആ വശീകരണ പ്രാപ്തിക്ക് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. വിഷ്ണുമായ കുട്ടിച്ചാത്തനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഉത്തമമായിട്ടുള്ള വിജയം കരസ്ഥമാക്കും എന്നതിൽ യാതൊരു തർക്കവും വിചാരിക്കേണ്ട. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നല്ലവണ്ണം നടക്കട്ടെ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ മന്ത്രങ്ങളും പുതിയ പുതിയ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.